ഹേ ഗായ്സ്, ലിറ്റിൽ ഹേർട്സ്. ഷൈൻ നിഗം മഹിമ നമ്പ്യാർ കോംബോയുടെ പുതിയ മൂവി ലിറ്റിൽ ഹേർട്സ്. നല്ലൊരു പടം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തുടക്കത്തിൽ തന്നെ അത് പറയാം. നല്ല ഒരു നല്ലൊരു മൂവി അങ്ങനെ തന്നെ അത് പറയണം. നല്ല രസമുണ്ട് അത് കണ്ടിരിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് മൂവിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. പ്രൊഡ്യൂസ്ഡ് ബൈ സാൻഡ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ്. സാൻഡ്ര തോമസ് അറിയാമല്ലോ, ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡയറക്ഷൻ ആക്ച്വലി രണ്ട് പേരാണ്, ആൻഡോ ജോസ് പെരേര ആൻഡ് എബി ട്രീസ പോൾ. യെസ്, അതേപോലെ തന്നെ സ്റ്റോറിയും ഇവർ തന്നെയാണ്. പക്ഷെ അവരെ എഴുതാൻ സഹായിച്ചിരിക്കുന്നത് രാജേഷ് പിന്നാടൻ. അതായത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് എഴുതിയിരിക്കുന്നത് രാജേഷ് പിന്നാടനാണ്. മ്യൂസിക് കൈലാസ് മേനോൻ, പറയാതിരിക്കാൻ പറ്റില്ല, കിടിലൻ. പാട്ടൊക്കെ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നല്ല രസമാണ്, നല്ല രസമുള്ള പാട്ടുകളാണ്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നമ്മളെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് നമ്മളെ ആ മൂവിയിലൂടെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഭയങ്കര പ്ലസന്റ് മൂവിയാണ്. അതേപോലെ തന്നെ എൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കൈലാസ് മേനോൻ അടിപൊളിയായിട്ട് തന്നെ അത് ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ലൂക്ക് ജോസ്, നല്ല രീതിയിൽ തന്നെയാണ് ലൂക്ക് ജോസും അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെയും വലിയ പോരായ്മകളൊന്നും പറയാനൊന്നുമില്ല. എഡിറ്റ് ബൈ നൗഫൽ അബ്ദുള്ള. നമുക്ക് കാസ്റ്റിലേക്ക് വരാം. ഇതിന്റെ കാസ്റ്റ് മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരോ ക്യാരക്ടേഴ്സിനും വേണ്ട വിധത്തിലുള്ള ആൾക്കാരെ തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതും. ആ കാസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവർക്ക് നൽകിയിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ കിടിലമായിട്ട് ഒരാൾ പോലും നമുക്കിതിനെ ഈ വേറൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇയാളെക്കാളും ബെറ്റർ ആയിട്ട് ആള് ചെയ്തേനെ, അല്ലെങ്കിൽ നമുക്ക് എവിടെയും ഒരു ഇഷ്ടക്കേട്, ഒരു ക്യാരക്ടറിനോടും ഒരു ഇഷ്ടക്കേട് തോന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു പോന്നു. ഷൈൻ നിഗം ഇതിനകത്ത് ഈ ലിറ്റിൽ ഹേർട്സ് മൂവിക്കകത്ത് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ ആൾ ചെയ്തു വന്നിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അല്ല. നല്ല വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ പുള്ളി അതിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്തിരിക്കുന്ന രീതിയും അതേപോലെ തന്നെ കിടിലമാണ്. പണ്ട് തൊട്ടേ ഷൈനെ പറ്റി ഒരു ഇതുണ്ട്. ഷൈൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ഏത് ക്യാരക്ടർ അഭിനയിച്ചാലും ആൾക്ക് ആ ഒരു കൊച്ചി സ്ലാങ്ങേ വരുള്ളൂ. ആ ഏത് ക്യാരക്ടറിലേക്ക് ആയാലും ആളുടെ സ്ലാങ് ആ ഒരു രീതിയിൽ തന്നെ പോകും. എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഒരു ഇടുക്കി പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. പക്കാ ഇടുക്കിക്കാരനായിട്ട് തന്നെയാണ് ഷൈൻ നിഗം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു മൂവിക്കകത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയും ഒരു പാളിച്ച പറ്റാതെ പക്കാ ഇടുക്കിക്കാരനായിട്ട് ആ ഒരു ഇടുക്കി സ്ലാങ്ങിലും ആ ശൈലിയിലും ഒക്കെ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് ഫുള്ളി ഷൈൻ നിഗം മാറിയിട്ടുണ്ട്. യെസ്, നമ്മളിനി മഹിമ നമ്പ്യാരിലേക്ക് വരികയാണ്. മഹിമ നല്ല അറിയാമല്ലോ നമുക്ക്, ഓഫ് കോഴ്സ് ഇവരുടെ ഒരു കോംബോ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതും അടിപൊളിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കോംബോയാണ്. നല്ല രീതിയിൽ തന്നെയാണ് മഹിമ ഈ ക്യാരക്ടറിനെ ഡീൽ ചെയ്തിരിക്കുന്നത്. ശോശ എന്നാണ് മഹിമയുടെ ഈ മൂവിയിലെ ക്യാരക്ടറുടെ പേര്. അടിപൊളിയായിട്ടാണ് ശോശയെ മഹിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാബുരാജാണ്. ഒരു രക്ഷയില്ല ഗൈസ്, കിടിലൻ പെർഫോമൻസ് ആണ് ബാബുരാജിന്റെ ക്യാരക്ടർ വരുമ്പോൾ എപ്പോഴും നമുക്ക് മുഖത്ത് നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും. അല്ല, അതേപോലെ ഭയങ്കര നൈസായിട്ടാണ് പുള്ളി അതിനെ ഡീൽ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ആളാണ് ഷൈൻ ടോം ചാക്കോയും ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു റോളാണ്. ഒരു നൈസ് വേഷമാണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് ഷൈൻ ടോം ചാക്കോ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഷൈൻ ടോം ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ, അങ്ങനെ ഒരാൾക്ക് എന്തൊക്കെ ഇതൊക്കെയാണ് വരിക, പ്രശ്നങ്ങളാണ് വരിക, ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, മൊത്തത്തിൽ എനിക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റില്ല. അത് രസമാണ്. ഷൈനും അതിനെ നല്ല രീതിയിൽ പക്കാ സീരിയസ്നെസ്സോടുകൂടി ആ ഒരു റോളിനെ ഷൈൻ ടോം കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷൈൻ ടോം ഓഫ് കോഴ്സ് എല്ലാ ആൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ റോളുകളും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ റോളും വൃത്തിക്ക് നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർവതി ബാബു നമ്മുടെ ആങ്കർ ആള് ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചെറിയ വേഷമാണ്, പക്ഷെ അത് നൈസായിരുന്നു. ആളതിനെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാന വേഷങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്ന മാല പാർവതി, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കിയൊക്കെയാണ്. ഇവരെല്ലാവരും അവർക്ക് കൊടുക്കുന്ന റോളുകൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ്. അതേപോലെ തന്നെ ഈ മൂവിക്കകത്തും അവർ വൃത്തിക്ക് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ മാല പാർവതി ആയിക്കോട്ടെ, രഞ്ജി പണിക്കർ ആയിക്കോട്ടെ, ജാഫർ ഇടുക്കി ആയിക്കോട്ടെ. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ മ്യൂസിക്കിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സോങ്ങിനായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സ്കോറിംഗ് ആയിക്കോട്ടെ, അതെല്ലാം ഈ മൂവിയെ നല്ല രീതിയിൽ വൃത്തിക്ക് ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിന് ബാനാണ്. അറബ് കൺട്രീസിലൊന്നും നമ്മുടെ ഈ ലിറ്റിൽ ഹേർട്സ് റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു മെസ്സേജാണ് ഫാമിലി ഓഡിയൻസിനായിട്ട് കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഒരു എഫേർട്ട് എടുത്തതിന് ഇതിൻ്റെ ഒരു ഫുൾ ക്രൂവിന് എൻ്റെ വക കൺഗ്രാറ്റ്സ്. മൂവി മൊത്തത്തിൽ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. എവിടെയും നമുക്ക് വലിയ ലാഗുകളോ അല്ലെങ്കിൽ
ഒത്തിരി ഇങ്ങനെ വലിച്ചഴക്കുന്ന പോലെയോ ഒന്നും തോന്നുന്നില്ല. ഇതിനകത്ത് ചെറിയൊരു സ്റ്റണ്ട് ഉണ്ട്, ഭയങ്കര വലിയ സ്റ്റണ്ടൊന്നും അല്ല, ചെറിയ ഒരു സ്റ്റണ്ട് ഉണ്ട്. നല്ല രീതിയിൽ എടുക്കാമായിരുന്നു തോന്നി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ അത് വലിയ കാര്യമായിട്ട് ഇതിനെ ബാധിക്കുന്ന ഒരു പോയിന്റ് അല്ല. മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് മൂവി പോയിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും എന്റർടൈനിങ് ആണ്. ഫാമിലി ഓഡിയൻസിനും എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഞാൻ ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലെങ്കിൽ ഒരു 150 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് മൂവി കാണുന്നതുകൊണ്ട് ആ പൈസ പോവില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അടിപൊളി മൂവിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു ഗൈസ്.